ഇനി അടുത്തത് ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് ഡയറി. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടോ ഈ ക്ലാസ്സിൽ തന്നെ, അഥവാ തൊട്ടുമുമ്പത്തെ സീരീസിൽ. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്, കാരണം ഈ ഒരു തുടർച്ച കിട്ടാൻ വേണ്ടി ഒരു സെക്ഷനാണല്ലേ നമ്മൾ പറയുന്നത്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഈസ് എ പ്ലാൻ ഓഫ് ദി ഓഡിറ്റ് വർക്ക് ഫോർ ദി നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ചെയ്യാനൊക്കുന്ന ഒരു ഓഡിറ്റ് വർക്കിനെ കുറിച്ച് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് തയ്യാറാക്കുക. അങ്ങനത്തെ ഒരു രേഖയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ വിപരീതമാണ് ഓഡിറ്റ് ഡയറി. ഇപ്പോൾ നമ്മൾ ഫെബ്രുവരിയിൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്ത് കൊടുത്തു. ഫെബ്രുവരിയിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഫെബ്രുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ എന്തൊക്കെ കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഓഡിറ്റ് ഡയറി. ഓഡിറ്റ് പ്രോഗ്രാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൊടുക്കുന്നു. ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം ചെയ്ത് തീർത്തു എന്നതിനെക്കുറിച്ചാണ് ഓഡിറ്റ് ഡയറിയിൽ പറയുന്നത്. ഓഡിറ്റ് ഡയറി ഈസ് എ റെക്കോർഡ് ഓഫ് ദി ഓഡിറ്റ് വർക്ക് ഡ്യൂറിങ് ദി കറക്റ്റ് മന്ത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് സബ്മിറ്റഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി നെക്സ്റ്റ് മന്ത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1/1/2026 ഒരു ഓഡിറ്റർ പറയുകയാണ്, ഞങ്ങൾ എ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ വൗച്ചറും ഡേ ബുക്കും ഞങ്ങൾ നോക്കും എന്ന് മുൻകൂട്ടി പറഞ്ഞാൽ അത് പ്ലാനിങ്ങിൽ വരുന്ന കാര്യം കേട്ടോ. അതുപോലെ 2-ാം തീയതി അതേ സൊസൈറ്റിയുടെ എ എന്ന് പറയുന്ന സൊസൈറ്റിയുടെ വൗച്ചറും ഡേ ബുക്കും, അപ്പോൾ വലിയ കമ്പനിയാണെന്ന് കൂട്ടിക്കൊള്ളു, അതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ അന്ന് ചെയ്തു തീർക്കും. ഇനി 3-ാമത്തെ ഒരു ദിവസം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം 31/1/2026 കൂട്ടിക്കൊള്ളി, അന്നത്തോടു കൂടി ആ ഓഡിറ്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യും എ എന്ന് പറയുന്ന സൊസൈറ്റിയുടെ. ഇത് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പിറ്റേ മാസം അതേ ഓഡിറ്റ് ഡയറിയിൽ പറയും 1/1 ഈ കാര്യം ചെയ്തു, 2/1 ഈ കാര്യം ചെയ്തു, 31/1 ഈ കാര്യം ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഓഡിറ്റ് ഡയറി എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പ്രോഗ്രാം നെക്സ്റ്റ് മന്തും ഡയറി കറണ്ട് മന്തുമാണ് കേട്ടോ. അടുത്തതായിക്കൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് അഥവാ ആഫ്റ്റർ ദി ഓഡിറ്റ്, ഒരു ഓഡിറ്റിന് ശേഷം ദി ഓഡിറ്റർ മസ്റ്റ് പ്രിപ്പയർഡ് ദി ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റർ എന്ത് ചെയ്യണം? നിർബന്ധമായിക്കൊണ്ടും ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട്? അതിലെന്തൊക്കെയാണ് വരുന്നത്? അതിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് വരുന്നുണ്ട് ആ സൊസൈറ്റിയുടെ. അതുപോലെ ആ സൊസൈറ്റിയുടെ P&L അക്കൗണ്ട് വരുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൽ വരുന്നുണ്ട്, ഓഡിറ്റ് മെമ്മോറാണ്ട് അതിൽ കാണിക്കും, അതുപോലെ വർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അതിൽ കാണിക്കും. ഇതെല്ലാമാണ് ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുക. മാത്രമല്ല ദീസ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ഇൻ ദി DCA അപ്രൂവ്ഡ് ഫോർമാറ്റ്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് DCA അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും ആ ഓഡിറ്റ് റിപ്പോർട്ട് ആ ഓഡിറ്റർ നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ദ ഓഡിറ്റർ സബ്മിറ്റ് ദി ഓഡിറ്റ് റിപ്പോർട്ട് ടു ദി DCAക്ക് എന്ത് ചെയ്യും? ആ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ബാലൻസ് ഷീറ്റ് പ്രതിപാദിച്ചിട്ടുണ്ടാവും, ആ സൊസൈറ്റിയുടെ P&L അക്കൗണ്ട് വന്നിട്ടുണ്ടാവും, ഓഡിറ്റ് മെമ്മോറാണ്ടം ആയിരിക്കും, വർക്കിംഗ് ഷീറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ ഉണ്ടായിരിക്കും. ആ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന DCA അപ്രൂവ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും. എന്നിട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ സമർപ്പിക്കുന്നത് DCAക്കായിരിക്കും. നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇനി നോക്കുന്നത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സമ്മറി ഓർ ഷോർട്ട് ഫോം ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന വലിയൊരു കാര്യത്തിൻ്റെ കോർ കണ്ടൻ്റ് ആണ് അല്ലെങ്കിൽ സമ്മറിയാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് കെപ്റ്റ് ഇൻ ദി ഓഡിറ്റ് ഓഫീസ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് എവിടെയാണ് സൂക്ഷിക്കുന്നത്? കെപ്റ്റ് ഇൻ ദി ഓഡിറ്റ് ഓഫീസിലാണ് അത് സൂക്ഷിക്കുന്നത്. മാത്രമല്ല ദ ഓഡിറ്റർ സബ്മിറ്റ് ദി ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ DCA 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നുകിൽ സ്വയം എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യുക ടെസ്റ്റ് ഓഡിറ്റ് ഡയറക്റ്റ് ആയിക്കൊണ്ട് ടെസ്റ്റ് ഓഡിറ്റ് നടത്തും. എന്താണ് ടെസ്റ്റ് ഓഡിറ്റ് എന്നുള്ളത് വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അഥവാ ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റർ നടത്തിയ ഓഡിറ്റ് ശരിയാണോ എന്ന് വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പരിശോധന നടത്തുന്നതാണ് ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യും ഒന്നുകിൽ. അല്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുന്നത്? DCA മേ ആസ്ക് അനദർ ഓഡിറ്റർ ടു ചെക്ക് ദി ഓഡിറ്റ് റിപ്പോർട്ട്. മറ്റൊരു ഓഡിറ്ററോട് DCA പറയും ആ കാര്യം നോക്കടാ, അത് ശരിയാണോ നോക്കടാ എന്ന് പറയും. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നുകിൽ സ്വയം ടെസ്റ്റ് ഓഡിറ്റ് നടത്തും, അല്ലെങ്കിൽ മറ്റൊരു ഓഡിറ്ററോട് അത് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അങ്ങനെ ടെസ്റ്റ് ഓഡിറ്റോ അതല്ലെങ്കിൽ മറ്റൊരു ഓഡിറ്റർ എന്ത് ചെയ്തു? അതൊന്ന് റീചെക്ക് ചെയ്തു. എങ്ങാനും വല്ല മിസ്റ്റേക്ക് കണ്ടെത്തിയെന്ന് കൂട്ടിക്കോളും. ഇഫ് എനി മിസ്റ്റേക്ക് ആർ ഫൗണ്ട് ഡ്യൂറിങ് ദി വെരിഫിക്കേഷൻ. ആ വെരിഫിക്കേഷൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടെത്തിയെങ്കിൽ
എ റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ടു ദി DCA. DCAക്ക് ഒരു റിപ്പോർട്ട് പോകും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട്, മറ്റേ ഓഡിറ്റർ ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ ഇന്നെ ഏൽപ്പിച്ചല്ലോ, തെറ്റുണ്ടോ നോക്കാൻ, ഇങ്ങനെ തെറ്റുണ്ട് കണ്ടോ റിപ്പോർട്ട് എന്ത് ചെയ്യും DCAക്ക് കൊടുക്കും. മാത്രമല്ല DCA വിൽ ആസ്ക് ദാറ്റ് ഓഡിറ്റർ, തനിക്ക് ഈ റിപ്പോർട്ട് ഏത് ഓഡിറ്ററാണോ തന്നിട്ടുള്ളത് ആ ഓഡിറ്ററെ വിളിക്കും. എന്നിട്ട് ടു കറക്റ്റ് ദ മിസ്റ്റേക്ക് ആൻഡ് റീസെൻഡ് ദി റിപ്പോർട്ട്, അദ്ദേഹത്തോട് എന്ത് പറയും, ഇത് കറക്റ്റ് ചെയ്യണം, മിസ്റ്റേക്കുകളൊക്കെ തിരുത്തപ്പെടണം, എന്നിട്ട് എനിക്ക് ഈ റിപ്പോർട്ട് റീസെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടും. ഇനി എങ്ങാനും ആ റിപ്പോർട്ട് ശരിയാണെന്ന് കൂട്ടിക്കോളും. ഇഫ് ദ റിപ്പോർട്ട് ഈസ് കറക്റ്റ് ദെൻ ദ DCA അപ്രൂവ് ഇറ്റ്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ DCA ആ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യും. എന്നിട്ടോ ആൻഡ് ഇഷ്യൂസ് ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, അവർക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യും. 3 copies of audit certificate are prepared. 1 copy is sent to the registrar. ഒന്നാമത്തെ കോപ്പി രജിസ്ട്രാർ കൊടുക്കും. രണ്ടാമത്തതോ 1 copy is given to the കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ആണോ ചെയ്തിട്ടുള്ളത് ആ സൊസൈറ്റിക്ക് എന്ത് ചെയ്യും, ഒരു കോപ്പി കൊടുക്കും. മൂന്നാമത്തേതോ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് സൂക്ഷിക്കുന്നത് എവിടെയാണ്, ഓഡിറ്റ് ഓഫീസിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓഡിറ്റ് ഓഫീസിൽ അതിനോട് കൂടി 1 copy ഈസ് കെപ്റ്റ് വിത്ത് ദി ഓഡിറ്റ് റിപ്പോർട്ട് ഇൻ ദി ഓഫീസ്. ആ ഓഫീസിൽ ആ ഓഡിറ്റ് റിപ്പോർട്ടിനോട് കൂടി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൂടി സൂക്ഷിക്കും. 3 ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. ഒന്ന് രജിസ്ട്രാർക്ക് കൊടുക്കും, ഒന്ന് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കും, ഒന്ന് ആ ഓഡിറ്റ് റിപ്പോർട്ട് സൂക്ഷിക്കുന്ന ഓഡിറ്റ് ഓഫീസിൽ എന്ത് ചെയ്യും, അതിനോട് കൂടി അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനൊക്കെ ഒരു സമയപരിധി ഉണ്ട് കേട്ടോ, അതും കൂടി നോക്കണം. ഈ പറഞ്ഞ ആക്ടിവിറ്റികൾക്കൊക്കെ സമയപരിധി ഉണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിഷൻ, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് വിത്തിൻ ദി 1 month ആഫ്റ്റർ ദി ഓഡിറ്റ്. ഓഡിറ്റ് നടത്തിയതിന് 1 മാസത്തിൻ്റെ ഉള്ളിലാണ് അവിടെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. മറ്റൊന്ന് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് വിത്തിൻ 3 month ആഫ്റ്റർ ദി ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി 3 മാസത്തിനുള്ളിൽ ആ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അവർക്ക് ഇഷ്യൂ ചെയ്ത് നൽകേണ്ടതുണ്ട്. മൂന്നാമത്തതോ ഓഡിറ്റ് ഫീ പേയ്മെൻ്റ് ആണ്. ഓഡിറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് വിത്തിൻ ദി 1 month ആഫ്റ്റർ റിസീവിങ് ദി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. അഥവാ ഓഡിറ്റ് ഫീ കൊടുക്കേണ്ടത് ആ സൊസൈറ്റിക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് 1 മാസത്തിൻ്റെ ഉള്ളിലാണ്. മൂന്നാമത് ഓഡിറ്റ് കോസ്റ്റ് ആണ് പറയുന്നത്. ഓഡിറ്റ് കോസ്റ്റ് കൊടുക്കേണ്ടത് അഡ്വാൻസ് ആയിക്കൊണ്ടാണ്. ഈ പറഞ്ഞതിലൊന്നും നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ 1 മാസം സമയം കൊടുക്കും. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ 3 മാസം സമയം കൊടുക്കും ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം. ആ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയ 1 മാസത്തിൻ്റെ ഉള്ളിൽ ആ ഓഡിറ്റ് ഫീ നൽകേണ്ടതുണ്ട്. ഇനി മറ്റൊന്ന് ഓഡിറ്റ് കോസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റ് കോസ്റ്റ് കൊടുക്കേണ്ടത് അഡ്വാൻസ് ആയിക്കൊണ്ടാണെന്നുള്ളത്. റൂൾ 64B എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടാണ് കേട്ടോ. ഓഡിറ്റ് റിപ്പോർട്ടാണ് റൂൾ 64Bയിൽ വരുന്നത്. ഇതിന് മുമ്പ് പഠിച്ചിട്ടുള്ള സെക്ഷനുകളും റൂളുകളും ഒന്നും മറന്നിട്ടില്ലല്ലോ. 1969 KCS ആക്ടിൽ ചാപ്റ്റർ 8 ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഭാഗം വരുന്നത്. ചാപ്റ്റർ 8 2 ഭാഗങ്ങളാണ്. പാർട്ട് എ ഓഡിറ്റും പാർട്ട് ബി ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷനാണ്. നമ്മൾ നോക്കുന്നത് ഓഡിറ്റാണ്, അഥവാ പാർട്ട് എയിൽ വരുന്ന കോപ്പറേറ്റീവ് ഓഡിറ്റ്. അതിൽ കടന്നു വരുന്ന സെക്ഷനുകൾ എന്ന് പറയുന്നത് സെക്ഷൻ 63 DCA വരുന്നുണ്ട്, സെക്ഷൻ 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവർ ഓഫ് DCA ആൻഡ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് വരുന്നുണ്ട്. പിന്നുള്ളത് റൂളുകളാണ്. റൂൾ 64 എന്ന് പറയുന്നത് ഓഡിറ്റാണ്. റൂൾ 64A എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് എൻ ഓഡിറ്ററാണ്, അഥവാ ഒരു ഓഡിറ്റർക്കുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ പുതിയതായിട്ട് വന്നതാണ്. റൂൾ 64B ഓഡിറ്റ് റിപ്പോർട്ടാണ്. ശേഷം വരുന്നത് റൂൾ 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീ, അത് നമ്മൾ ശേഷം പഠിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്ന റൂൾ 64B ആണ്, ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഒരു സൊസൈറ്റിയുടെ CEO അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് ദി സൊസൈറ്റി, ഒരു സൊസൈറ്റിയുടെ CEO അല്ലെങ്കിൽ സെക്രട്ടറി മസ്റ്റ് പ്രൊവൈഡ് ആൾ അക്കൗണ്ട്സ്, സ്റ്റേറ്റ്മെൻറ്റ്, ബുക്സ്, റെക്കോർഡ്സ് റിലേറ്റഡ് ടു എനി പേപ്പർ റിലേറ്റഡ് ടു ഓഡിറ്റ് ടു ദി ഓഡിറ്റർ. ഒരു സൊസൈറ്റിയുടെ CEO അല്ലെങ്കിൽ സെക്രട്ടറി ഉണ്ടാവുമല്ലോ, അവർ നിർബന്ധമായിക്കൊണ്ടും ഓഡിറ്റിന് വേണ്ടി ഓഡിറ്റർക്ക് ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ, ബുക്കുകൾ, റെക്കോർഡുകൾ, പേപ്പേഴ്സ്, ഇനി എന്തൊക്കെ ഓഡിറ്റുമായി ബന്ധപ്പെട്ടതുണ്ടോ അതെല്ലാം കൈമാറേണ്ട ഉത്തരവാദിത്വമുള്ളത് ആ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ സെക്രട്ടറിക്കും CEOക്കുമാണ്. ഇറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് ദം, അതവരുടെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടിയാന്ന് കരുതി എപ്പോഴെങ്കിലും കൊടുത്താൽ പോരാ, അതിനൊക്കെ കൃത്യമായ ടൈം ഷെഡ്യൂളുണ്ട്, അത് പാലിച്ച് വേണം കൊടുക്കണമെങ്കിൽ. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സൊസൈറ്റിയുടെ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ CEOക്ക്
ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം രേഖകളുണ്ടോ അതെല്ലാം ഓഡിറ്റർക്ക് കൈമാറേണ്ട ഉത്തരവാദിത്തമുണ്ട്. അവരത് നിർവഹിക്കേണ്ട സമയം എന്ന് പറയുന്നത് CEO, സെക്രട്ടറി പ്രിപ്പയർ അക്കൗണ്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് വിത്തിൻ 1 month ആഫ്റ്റർ ദി ഫിനാൻഷ്യൽ ഇയർ എൻഡ്. ഒരു സാമ്പത്തിക വർഷം അവസാനിച്ചതിന് ശേഷമുള്ള തൊട്ടടുത്ത മാസത്തിനുള്ളിൽ തന്നെ, അത് അവസാനിക്കുമ്പോഴേക്കും ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ CEO ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൈമാറേണ്ടതുണ്ട്. ഒരു മാസ സമയമാണ് അവർക്കുള്ളത്, മനസ്സിലാക്കണം. അതിനുള്ളിൽ ആ വർഷത്തെ മുഴുവൻ കാര്യങ്ങൾ രേഖപ്പെടുത്തി ഡോക്യുമെൻറ്റുകൾ കൊടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് കൊടുക്കേണ്ടത് മാനേജിങ് കമ്മിറ്റിക്കാണ്. ഒരു സൊസൈറ്റിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ CEO അവരൊക്കെ അവിടുത്തെ ഓഫീസേഴ്സ് അല്ലേ, അവർ ആ സ്ഥാപനത്തിൻ്റെ മാനേജിങ് കമ്മിറ്റിക്ക് വെരിഫിക്കേഷന് വേണ്ടി കൊടുക്കും. അതിന് വിത്തിൻ നെക്സ്റ്റ് 1 month ആണ്. അഥവാ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരത് വെരിഫിക്കേഷൻ ചെയ്തോളണം. ഇങ്ങനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാർച്ചിലാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എൻ്റെ അവസാനിക്കുക. തൊട്ടടുത്ത മാസം എന്ന് പറയുന്നത് ഏപ്രിലാണ്. ആ ഏപ്രിൽ മാസമാണ് ഇവർക്കുള്ള ടൈം, അഥവാ CEOക്കും സെക്രട്ടറിക്കും. അവർ വെരിഫിക്കേഷന് വേണ്ടി മാനേജിങ് കമ്മിറ്റിക്ക് ഏപ്രിൽ അവസാനിക്കുമ്പോഴേക്കും കൊടുക്കണം. മാനേജിങ് കമ്മിറ്റിക്ക് ആ വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് മെയ് തീരുമ്പോഴേക്കുമാണ്. അഥവാ അവർക്ക് 1 മാസം ടൈമാണുള്ളതെന്നാണ് നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഉള്ളത് ഓഡിറ്റർക്കാണ്. വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഡിറ്റർക്ക് കൊടുക്കണം. ഓഡിറ്റർക്ക് അത് നോക്കി ഓഡിറ്റ് പൂർത്തീകരിക്കാനുള്ള ടൈം എന്ന് പറയുന്നത് വിത്തിൻ നെക്സ്റ്റ് 4 month. അഥവാ അവർക്ക് അത് കൈ കിട്ടിയതിന് ശേഷം 4 മാസത്തിനുള്ളിൽ ആ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? 1, 1, 4 മൊത്തം 6 അഥവാ ടോട്ടൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 6 മാസത്തിനുള്ളിലാണ്. ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അവിടെ ഓഡിറ്റ് പ്രോസസ്സ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട്. ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്താ, ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഓഡിറ്റ് റിപ്പോർട്ട് വൈഡായിട്ടുള്ളൊരു കാര്യമാണ്. അതൊന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു കാമ്പാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുക. ഏതോ ആവട്ടെ, സെക്രട്ടറിക്ക് CEOക്ക് ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ തൊട്ടടുത്ത 1 മാസത്തിനുള്ളിൽ അവർ ആ സ്ഥാപനത്തിൻ്റെ റെക്കോർഡുകളെല്ലാം കൈമാറേണ്ടതുണ്ട്. ആദ്യം കൈമാറേണ്ടത് മാനേജിങ് കമ്മിറ്റിക്കാണ്. അവരത് നോക്കി വെരിഫൈ ചെയ്യാൻ 1 മാസം എടുക്കും. ടോട്ടൽ 2 മാസത്തിന് ശേഷം, അഥവാ സെക്രട്ടറിക്കുള്ളതും മാനേജിങ് കമ്മിറ്റിക്കുള്ള ഓരോ മാസങ്ങൾക്ക് ശേഷം ഓഡിറ്റർക്ക് അത് കൊടുക്കും. ഓഡിറ്റർ 4 മാസത്തിനുള്ളിൽ ഓഡിറ്റ് പൂർത്തീകരിച്ച് കൊടുക്കും ഓഡിറ്റ് റിപ്പോർട്ടായി. ടോട്ടൽ ഓഡിറ്റ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആകുന്നത് 6 മാസത്തിനുള്ളിലാണ്. ഇനി ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും, ഓഡിറ്റ് സർട്ടിഫിക്കറ്റും കൊടുക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഡ്യൂട്ടീസ് ഓഫ് മാനേജിങ് കമ്മിറ്റി. മാനേജിങ് കമ്മിറ്റിൻ്റെ ഡ്യൂട്ടി ആട്ടോ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു ഈ CEOയും സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ ജീവനക്കാരാണ്, ഓഫീസേഴ്സാണ്. അതല്ലാതെ അവിടുത്തെ മെമ്പർമാരൊന്നും ആയിരിക്കില്ല. അപ്പോൾ അവരൊരു കണക്കുണ്ടാക്കി നേരിട്ട് ഓഡിറ്റേഴ്സിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ആ സ്ഥാപനത്തോട് അത്ര കൂറുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അവിടുത്തെ അംഗങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ മാനേജിങ് ഭരണസമിതി അംഗങ്ങൾക്ക് ഇത് കൊടുക്കണം. അവരതൊക്കെ നോക്കിയൊന്ന് വെരിഫൈ ചെയ്യണം. ഇനി അതിന് പുറത്ത് വല്ല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടോ അതെല്ലാം ആഡ് ചെയ്യണം. അങ്ങനെ അവരൊരു നോട്ടം നോക്കും. അതിനുശേഷമാണ് ഓഡിറ്റർക്ക് കൊടുക്കേണ്ടത്. ദ CEO ഓർ സെക്രട്ടറി മസ്റ്റ് സബ്മിറ്റ് അക്കൗണ്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ടു ദി മാനേജിങ് കമ്മിറ്റി. മാനേജിങ് കമ്മിറ്റിക്ക് അവരത് കൊടുക്കും. മാനേജിങ് കമ്മിറ്റി മസ്റ്റ് ചെക്ക് ദി അക്കൗണ്ട്സ്. അവർ അക്കൗണ്ട്സുകൾ ചെക്ക് ചെയ്യും. മേക്ക് നെസസറി കറക്ഷൻസ്. എന്തെങ്കിലും കറക്ഷനുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തും. സബ്മിറ്റ് ദി അക്കൗണ്ട് ഫോർ ഓഡിറ്റ്. അങ്ങനെ അവരെന്ത് ചെയ്യും, ആ അക്കൗണ്ട്സ് ഓഡിറ്റിന് വേണ്ടി കൈമാറും. ഇതാണ് അവിടെ നടക്കുന്ന ഒരു ചെറിയൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ആസ് പെർ ദി ന്യൂ റൂൾ, പുതിയ റൂള് പ്രകാരം ദ മാനേജിങ് കമ്മിറ്റി മസ്റ്റ് ഹാവ് 2 പ്രൊഫഷണൽസ്. ഒരു മാനേജിങ് കമ്മിറ്റിയിൽ 2 പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കണം. അവരാരായിരിക്കണം? ദീസ് പ്രൊഫഷണൽ ഷുഡ് ഹാവ് നോളജ് ഇൻ ഏരിയാസ് സച്ച് ആസ് അക്കൗണ്ട്സ്, ഫിനാൻസ് ആൻഡ് ഓഡിറ്റ്. ആ 2 പ്രൊഫഷണൽസിനും അക്കൗണ്ട്സുമായിട്ടും ഫിനാൻസുമായിട്ടും ഓഡിറ്റിങ്ങുമായിട്ടും നല്ല നോളജുള്ള ആളുകളായിരിക്കണം. അതെന്തിനു സഹായിക്കും? ഇറ്റ് ഹെൽപ്പ് ദി ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ ദി സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ നല്ലൊരു മാനേജ്മെൻറ്റിന്, നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ കാഴ്ചവെക്കാനും അത് സഹായിക്കുന്നുണ്ട്. ഈ DCA അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ടാവും. ആ ഫോം ഉപയോഗിച്ചിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുക. ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും.
അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് വരുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് വരുന്നുണ്ട്, അതുപോലെ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഡെപ്പോസിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ലോണുകൾ, ഓവർ ഡ്യൂസിൻ്റെ കാര്യം പറയുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ കമ്മിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും, മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ പറയും, ജനറൽ ബോർഡിൻ്റെ കാര്യം പറയും, കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ കാര്യം പറയും. ഇത്യാദി കാര്യങ്ങളൊക്കെ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നുണ്ട്. ഈ ഓഡിറ്റിനെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിക്കും. അഥവാ അതിൻ്റെ ഫൈനാൻഷ്യൽ കാറ്റഗറിയിൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കോപ്പറേറ്റീവിൽ മാത്രം കാണുന്നൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പനി ഓഡിറ്റിലൊന്നും ഇതുണ്ടായിരിക്കില്ല. കോപ്പറേറ്റീവ് ഓഡിറ്റിലാണ് ഫൈനാൻഷ്യൽ ഏരിയകളും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയകളൊക്കെ ഓഡിറ്റ് നടത്തപ്പെടുന്നത്. അങ്ങനെ അവിടെ ഡിഫക്റ്റുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെ ഉണ്ടായിരിക്കും? ഫൈനാൻഷ്യൽ ഡിഫക്റ്റ് ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം കണ്ടെത്തും. ആ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് റിപ്പോർട്ടിലും കാണിക്കും. ഓഡിറ്റർ ഈ ഓഡിറ്റ് നടത്തി കഴിയുമ്പോഴേ ഈ സൊസൈറ്റിക്ക് മാർക്ക് കൊടുക്കും. ആ മാർക്ക് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ സൊസൈറ്റിയെ ക്ലാസിഫൈഡ് ചെയ്യും. ആ സൊസൈറ്റി ഏത് തരത്തിലുള്ള സൊസൈറ്റിയിൽ പെട്ടതാണ് പറയാം. ദ സൊസൈറ്റി ഈസ് ഗിവൺ മാർക്ക് ബേസ്ഡ് ഓൺ ഇറ്റ്സ് വർക്ക് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ, ദെൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ്. ആ സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷനുകൾ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ആ സൊസൈറ്റിക്ക് ഓഡിറ്റർ മാർക്ക് കൊടുക്കും. ആ മാർക്ക് കൊടുക്കാനുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഉണ്ട്, ആ സൊസൈറ്റിയുടെ പ്രോഫിറ്റിൻ്റെ ഘടകങ്ങളുണ്ട്, അതുപോലെ തന്നെ കമ്മിറ്റിയുടെ പെർഫോമൻസ് നോക്കി കൊടുക്കുന്നുണ്ട്, അതുപോലെ എംപ്ലോയീൻ്റെ പെർഫോമൻസ് നോക്കി കൊടുക്കും, ഓവറാൾ അഡ്മിനിസ്ട്രേഷൻ നോക്കിയിട്ടും മാർക്ക് കൊടുക്കും. ഇത്രയും ഘടകങ്ങൾ നോക്കിയിട്ടാണ് ആ സൊസൈറ്റിക്ക് ഓഡിറ്റർ മാർക്ക് കൊടുക്കുന്നത്. ഇനി മാർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ അവർക്ക് കിട്ടുന്ന മാർക്ക് 35 മാർക്കിൽ കുറവാണെങ്കിൽ അത് ഏറ്റവും ബാക്കിലുള്ള ക്ലാസ്സാണ്, ഡി ക്ലാസ്സാണ്. നമുക്ക് D+ കിട്ടിയാലല്ലേ ജയിക്കുക. അപ്പോൾ അതിന് താഴെയുള്ള ക്ലാസ്സാണ് 35 മാർക്കിൽ താഴെ കിട്ടുമ്പോൾ അവർ ഡി ക്ലാസ്സിലാണ് പെടുന്നത്. ഇനി ആ സൊസൈറ്റിക്ക് 35 തൊട്ട് 50ൻ്റെ ഉള്ളിൽ അഥവാ 49 വരെയുള്ള മാർക്കാണ് കിട്ടിയതെങ്കിൽ സി ക്ലാസ് സൊസൈറ്റി ആയിരിക്കും അത്. 35 മാർക്ക് തൊട്ട് 49 വരെ ഈ മാർക്കുകളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് പറഞ്ഞു. വർക്കിംഗ് ക്യാപിറ്റലും ഡെപ്പോസിറ്റും പ്രോഫിറ്റും കമ്മിറ്റിയുടെ പെർഫോമൻസും എംപ്ലോയീസിൻ്റെ പെർഫോമൻസും അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ ക്വാളിറ്റിയും ഇതൊക്കെ നോക്കിയിട്ടാണ് അവർക്ക് മാർക്ക് കൊടുക്കുന്നത്. ആ മാർക്ക് 35ൽ താഴെയാണെങ്കിൽ D+ ആണ്. 35 തൊട്ട് 49 വരെ 50ൻ്റെ ചോടെയാണെങ്കിൽ സി ക്ലാസ് ആണ്. 50 തൊട്ട് 59 വരെയാണെങ്കിൽ ബി ക്ലാസ് ആണ്. ഇനി 60 മുതൽ അതിൻ്റെ എബോവ് ആണെങ്കിലോ എ ക്ലാസ് സൊസൈറ്റിയാണ്. ഇതാണ് അവിടെ എത്ര ക്ലാസിഫിക്കേഷൻ വരുന്നത് സൊസൈറ്റികളുടെ ബേസ് ചെയ്തിട്ട്. പറഞ്ഞാൽ മനസ്സിലായോ? സൊസൈറ്റികളുടെ ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ ഓഡിറ്റർ അവർക്ക് മാർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഘടകങ്ങൾ മോളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. കിട്ടുന്ന മാർക്ക് 35ൽ കുറവാണെങ്കിൽ ആ സൊസൈറ്റി വളരെ പോക്ക് സൊസൈറ്റിയാണ്, ഡി ക്ലാസ് സൊസൈറ്റിയാണ്. 35 തൊട്ട് 49 വരെയാണെങ്കിൽ കഷ്ടിച്ച് ജയിച്ച സി ക്ലാസ് സൊസൈറ്റിയാണത്. ഇനി 50 മുതൽ 59 പറയുമ്പോൾ ആവറേജ് എബോവ് ബി ക്ലാസ് ആണ്. 60ന് എബോവ് ആണെങ്കിലോ 1ാം തരം എ ക്ലാസ് സൊസൈറ്റിയാണ്. ഇങ്ങനെയാണ് ഓഡിറ്റർ ആ സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്ന ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആട്ടോ. എന്താണ് ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്? ആഫ്റ്റർ ദി ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് അപ്രൂവ്ഡ് ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ടു ദി സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റിക്ക് എന്ത് ചെയ്യും? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റും ഓഡിറ്റ് റിപ്പോർട്ടും തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഉണ്ട്. എന്താണ് ആ മാറ്റം? ഇറ്റ് ഈസ് എ ഷോർട്ട് ഫോം ഓഫ് ദി ഓഡിറ്റ് റിപ്പോർട്ട്. ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. മാത്രമല്ല ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആണ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിലേക്ക് സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. ആ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കാമ്പായ ഒരു വശമാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുക. ആ ഓഡിറ്റ് സർട്ടിഫിക്കറ്റാണ് ആ സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിലേക്ക് സമർപ്പിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് DC ആട്ടോ. DCയുടെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. DCയുടെ സെക്ഷനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 63 DCയെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 64 എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പവറിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. ഈ DC എന്ന് പറയുന്ന വ്യക്തിയുടെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഈ DCയെ നിയമിക്കുന്നത് ഗവൺമെൻറ്റാണെന്ന് നമുക്കറിയാം. ഗവൺമെൻറ് ഈ DCയെ നിയമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചില ക്വാളിഫിക്കേഷൻ നോക്കും. അങ്ങനെ അത് നോക്കിയിട്ടാണ് ഒരു DCയെ നിയമിക്കുന്നത്. ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് മേ ബി an officer of the Indian Audit and Account Service with the rank of Deputy Accounts General and above. ഡെപ്യൂട്ടി അക്കൗണ്ട്സ് ജനറൽ റാങ്കിൽ കുറയാത്ത
ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലുള്ള ഒരു ഓഫീസറായിരിക്കും DC ആയിട്ട് വരിക. അല്ലെങ്കിൽ അദ്ദേഹം ഒരു IAS ഓഫീസറായിരിക്കും. അപ്പോൾ IAS ഓഫീസറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി അക്കൗണ്ട്സ് ജനറൽ റാങ്കിൽ കുറയാത്ത ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലുള്ള വ്യക്തിയായിരിക്കും DC ആയിട്ട് വരിക. ഇനി നമ്മുടെ വിഷയത്തിൻ്റെ കാമ്പിലോട്ടാട്ടോ പോകുന്നത്. നിങ്ങൾ പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ളതും കമൻറ്റിലായിട്ടും അല്ലെങ്കിൽ വാട്സപ്പിലായിട്ടും ഒരു വിഷയമാണ് ഓഡിറ്റ് ഫീയുടെ കാര്യം, ലെവി ഓഫ് ഓഡിറ്റ് ഫീ. ഈ ലെവി ഓഫ് ഓഡിറ്റ് ഫീ നോക്കുന്ന സമയത്ത് ഏത് കോപ്പറേറ്റീവിൻ്റെ എക്സാം പേപ്പർ എടുത്ത് നോക്കിയാലും അതിൽ ഒരു ചോദ്യം എന്തായാലും കാണും. ഒന്നല്ല 2 3 ചോദ്യങ്ങൾ കാണാറുണ്ട്. ഒന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ കാണും. ഇല്ലാത്ത ചോദ്യപേപ്പർ വളരെ അപൂർവമാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഓഡിറ്റ് ഫീ എന്ന് പറയാം. ഈ ഓഡിറ്റ് ഫീ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്: റൂൾ 65 എന്തുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ലെവി ഓഫ് ഓഡിറ്റ് ഫീയുമായി ബന്ധപ്പെട്ട റൂൾ ഏതാണ്, ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തും ആവട്ടെ, ഈ ഓഡിറ്റ് ഫീ എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഓഡിറ്റ് ഫീ കൊടുക്കേണ്ടത് ഓഡിറ്റ് ഫീ മസ്റ്റ് ബി പെയ്ഡ് ആഫ്റ്റർ ദി കംപ്ലീറ്റ് ഓഫ് ആനുവൽ ഓർ യൂണിറ്റ് ഓഡിറ്റ്. യൂണിറ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ് നടത്തിയതിന് ശേഷമാണ് ഓഡിറ്റ് ഫീ കൊടുക്കേണ്ടത്. ഒരിക്കലും ഓഡിറ്റ് നടത്തുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ഓഡിറ്റ് ഫീ കൊടുക്കേണ്ടതില്ല. ഓഡിറ്റ് കോസ്റ്റിൻ്റെ കാര്യമില്ല പറയുന്നത്, ഓഡിറ്റ് ഫീ ആണ്. രണ്ടും രണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റ് ഫീ ഒരിക്കലും ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പ് കൊടുക്കേണ്ടതല്ല, ശേഷം കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൺകറൻറ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് കോസ്റ്റ് കൊടുക്കുന്ന ഒരു ഓഡിറ്റ് ആണല്ലോ കൺകറൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ കൺകറൻറ്റ് ഓഡിറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലോ, ദ ഓഡിറ്റ് കോസ്റ്റ് മസ്റ്റ് ബി പെയ്ഡ് ഇൻ അഡ്വാൻസ്. കൺകറൻറ്റ് ഓഡിറ്റ് നടത്തുമ്പോൾ ഓഡിറ്റ് കോസ്റ്റാണ്, ഓഡിറ്റ് ഫീ അല്ല, അത് അഡ്വാൻസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. സാധാരണയായിക്കൊണ്ട് യൂഷ്വലി ഫോർ ദി 6 months, 6 മാസത്തേക്കാണ് ആ ഓഡിറ്റ് കോസ്റ്റ് കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് യൂഷ്വലി പെയ്ഡ് ഫോർ ദി ആഫ്റ്റർ ദി 6 months. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഓഡിറ്റ് കോസ്റ്റ് മസ്റ്റ് ബി പെയ്ഡ് അഗെയിൻ ഫോർ ദി നെക്സ്റ്റ് 6 months. വീണ്ടും 6 മാസത്തേക്ക് മുൻകൂറായിക്കൊണ്ട് ഓഡിറ്റ് കോസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ഓഡിറ്റ് കോസ്റ്റാണ്, ഓഡിറ്റ് ഫീ അല്ല. ഓഡിറ്റ് ഫീ എപ്പോഴും ഓഡിറ്റ് നടത്തിയതിന് ശേഷം കൊടുക്കുന്നതാണ്. എന്നാൽ ഓഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. 6 മാസത്തേക്കാണ് സാധാരണ കൊടുക്കാറുള്ളത്. ഇഫ് എ സൊസൈറ്റി പേസ് ദ ഓഡിറ്റ് കോസ്റ്റ് ഫോർ ദി കൺകറൻറ്റ് ഓഡിറ്റ്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു പേ ദ ഓഡിറ്റ് ഫീ അഗെയിൻ ഫോർ ദി സെയിം പീരീഡ്. അഥവാ കൺകറൻറ്റ് ഓഡിറ്റ് നടത്താൻ വേണ്ടി ഓഡിറ്റ് കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഓഡിറ്റ് ഫീ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അതേ പീരീഡിലേക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രാവശ്യം ഈ ഒരു സൊസൈറ്റിയിൽ കൺകറൻറ്റ് ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ അതിന് വരുന്ന ഓഡിറ്റ് കോസ്റ്റ് നമ്മൾ മുൻകൂറായി അടക്കും. അങ്ങനെ അടച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ സാമ്പത്തിക വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിറ്റ് ഫീ കൊടുക്കേണ്ടതില്ല. അഥവാ കൺകറൻറ്റ് ഓഡിറ്റിന് വേണ്ടി ഓഡിറ്റ് കോസ്റ്റ് അടച്ച ഒരു സൊസൈറ്റി ഓഡിറ്റ് ഫീ കൊടുക്കേണ്ടതില്ല. കാരണം അവിടെ ഓഡിറ്റ് കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റ് കോസ്റ്റും ഓഡിറ്റ് ഫീയും ഒരുമിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു സൊസൈറ്റിയിൽ ആനുവൽ ഓഡിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഓഡിറ്റ് ആണ് നടത്തിയതെങ്കിൽ ദ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റഡ് ആഫ്റ്റർ ദി ഓഡിറ്റ് ഈസ് കംപ്ലീറ്റഡ്. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത്. ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത് ഓഡിറ്റ് നടത്തിയതിന് ശേഷമായിരിക്കും. ആഫ്റ്റർ ദി ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദ സൊസൈറ്റി റിസീവ്സ് ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് റിപ്പോർട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അപ്രൂവലും കിട്ടിക്കഴിഞ്ഞാൽ ആ സൊസൈറ്റിക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഷോസ് ദ ഓഡിറ്റ് ഫീ. ആ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ ഓഡിറ്റ് ഫീയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. എത്രയാണ് ഈ സൊസൈറ്റിക്ക് വന്നിട്ടുള്ള ഓഡിറ്റ് ഫീ എന്നുള്ള കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ദ സൊസൈറ്റി മസ്റ്റ് പേ ദ ഓഡിറ്റ് ഫീ ടു ദി ഗവൺമെൻറ് ത്രൂ ദി ട്രഷറി വിത്തിൻ ദി 1 month ആഫ്റ്റർ ദി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഗവൺമെൻറ്റിലേക്ക് ഓഡിറ്റ് ഫീ കൊടുക്കേണ്ടതുണ്ട്. ട്രഷറി വഴിയായിരിക്കണം. അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 1 മാസമാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷം. ഓഡിറ്റ് ഫീയുടെ റേറ്റ് ആണ് ഇനി നമ്മൾ പറയുന്നത്. ഒരു സാധാരണ രീതിയിൽ കണ്ണുമ്പി ചോദ്യം ചോദിക്കുകയാണ്, എത്രയാണ് ഓഡിറ്റ് ഫീ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയേണ്ടത് ഓഡിറ്റ് ഫീ ഈസ് യൂഷ്വലി 50 പൈസ ഓർ 0.5% ഫോർ എവറി 100 rupees. ഇവിടെ 10 എന്ന് എഴുതിയിട്ടുണ്ട്, അത് തെറ്റാണ്, 100 ആണ് കേട്ടോ. ഓരോ 100 രൂപക്കും 50 പൈസ അല്ലെങ്കിൽ 0.5% ആണ് ഓഡിറ്റ് ഫീയുടെ റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സാധാരണ രീതിയിൽ ചോദ്യം ചോദിക്കുകയാണ് ഓഡിറ്റ് ഫീ റേറ്റ് എത്രയാണെന്ന് പൊതുവിലൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയേണ്ടത് ഓരോ 100 രൂപക്കും 50 പൈസയാണെന്നുള്ളതാണ്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദ ഓഡിറ്റ് ഫീ ഈസ് നോട്ട് സെയിം ഫോർ ദി ആൾ കോപ്പറേറ്റീവ് സൊസൈറ്റി. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഒരുപോലുള്ള ഓഡിറ്റ് ഫീ അല്ല ഉള്ളത്. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി സൊസൈറ്റി. ആ സൊസൈറ്റി നടത്തുന്ന വർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത്. നമുക്ക് നോക്കാം ഓരോ സൊസൈറ്റിയുടെയും ഓഡിറ്റ് ഫീ കണക്കാക്കുന്ന എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത്. ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇനി
ഒരു ട്രേഡിംഗ് സൊസൈറ്റി ആണെങ്കിൽ സെയിൽസ് ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരു എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റലും ആവില്ല, സെയിലും അല്ല. അവിടെ എന്തെങ്കിലും വിൽക്കുന്നുണ്ടോ? ഇല്ല. അവിടെ ഗ്രോസ് ഇൻകത്തിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമുക്കറിയാം എത്രയോ സൊസൈറ്റികളുണ്ട് എഡ്യൂക്കേഷൻ നടത്തുന്ന, കോപ്പറേറ്റീവ് കോളേജുകളൊക്കെ അല്ലേ. അവിടെ ഗ്രോസ് ഇൻകത്തിൻ്റെ, അവിടെ ഫീ ആണ് കിട്ടുക. അപ്പോൾ ഗ്രോസ് ഇൻകത്തിൻ്റെ പുറത്താണ് ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത്. ഇനി കോമ്പോസിറ്റ് സൊസൈറ്റി. എന്താണ് കോമ്പോസിറ്റ് സൊസൈറ്റി എന്ന് ശേഷം പറയുന്നുണ്ട്. ക്രെഡിറ്റ് ആക്ടിവിറ്റിയും നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സൊസൈറ്റിയാണ് കോമ്പോസിറ്റ് സൊസൈറ്റി. അവിടെ നോക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽസ് ഏതാണോ കൂടുതലെങ്കിൽ അതായിരിക്കും. വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽസ് ഇതിലേതാണോ കൂടുതലെങ്കിൽ ആ കൂടുതലായിരിക്കും കോമ്പോസിറ്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ കണക്കാക്കുന്നതിൻ്റെ ബേസ് ആയിട്ട് എടുക്കുന്നത്. ഇനി PCA-RDB അല്ലെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റി ആണെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് ഫീ കണക്കാക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ലോൺ ഇഷ്യൂസ് പ്ലസ് ലോൺ റിക്കവേർഡ്. ഇഷ്യൂ ചെയ്ത ലോണിൻ്റെ തുകയും റിക്കവേർഡായി വന്ന ലോണിൻ്റെ തുകയും ചേർത്ത് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് PCA-RDBയിലും അതുപോലെ ഹൗസിംഗ് സൊസൈറ്റിയിലും ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്രെഡിറ്റ് സൊസൈറ്റികളുടെയൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ സെയിൽസ് ബേസ് ചെയ്തിട്ടാണ്. എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആണെങ്കിൽ ഗ്രോസ് ഇൻകം ബേസ് ചെയ്തിട്ടാണ്. കോമ്പോസിറ്റ് സൊസൈറ്റി ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽസ് ഏതാണോ കൂടുതലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടാണ്. PCA-RDB അല്ലെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റി ആണെങ്കിൽ ലോൺ ഇഷ്യൂ ചെയ്ത എമൗണ്ടിനോട് കൂടി ലോൺ റിക്കവേർഡ് ആയിട്ടുള്ള എമൗണ്ട് കൂട്ടിച്ചേർത്ത് തുകയുടെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനൊക്കെ എക്സംഷനുകൾ വരുന്നുണ്ട്. എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റികളും വർക്കിംഗ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടല്ല, അതുപോലെ എല്ലാ ട്രേഡിങ്ങും സെയിൽസ് ബേസ് ചെയ്തിട്ടല്ല, അഥവാ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറി ബേസ് ചെയ്തിട്ടല്ലാത്ത അതിനൊക്കെ ചില എക്സംഷനുകൾ വരുന്നുണ്ട്. അപൂർവം ചില സൊസൈറ്റികൾക്ക് ഈ ഗണത്തിൽ പെടാതെ അത് മറ്റൊരു ഗണത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. അത് നമ്മൾ ശേഷം പറയാം.